ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിഗ്രി ലെവല്, +2 ലെവല്, 10th ലെവലിലൊക്കെ കോമൺ ആയിട്ട് ചോദിക്കാൻ ഒരുപാട് ചാൻസ് ഉള്ള പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ അഥവാ പൊതു താല്പര്യ ഹർജി. ഇത് പരീക്ഷയിൽ നിന്ന് മാറി എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങൾ ഏറ്റവും ലാസ്റ്റ് ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ട്. സോ നമ്മൾ ഇന്നത്തെ ക്ലാസ് കൊണ്ട് ഈ ഒരു ടോപ്പിക്ക് പഠിക്കും. 5 മിനിറ്റ് ക്ലാസ് ആണ്. 5 മിനിറ്റ് കൊണ്ട് നമ്മൾ ഈ ഒരു ക്ലാസ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം MCQ ചോദ്യവും ഡിസ്കസ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ ടോപ്പിക്ക് ഉറയ്ക്കുന്നതായിരിക്കും. അപ്പം ഒരു പുതിയ കോഴ്സ് ഞാൻ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. 50 ഹോട്ട് ടോപ്പിക്സ് ഡിഗ്രി പ്രിലിംസിന് വേണ്ടിയിട്ട് 499 രൂപയാണ്. അപ്പൊ ഇനി ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് ഇൻട്രസ്റ്റഡ് എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് അയക്കുക. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ. പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ അഥവാ പൊതു താല്പര്യ ഹർജി എന്താണ് എന്ന് ആദ്യം പറയാം. അതായത് നമുക്ക് ഒരു പൊതു പ്രശ്നത്തിൽ എന്താണ് ഒരു പൊതു പ്രശ്നം, എന്റെ സ്വന്തം പ്രശ്നമല്ലാതെ ഒരു പൊതുവായിട്ടുള്ള പ്രശ്നത്തില് കോടതിയുടെ ഇടപെടൽ ആവശ്യപ്പെട്ട് ഒന്നെങ്കിൽ ഒരു കൂട്ടം ആൾക്കാരോ അല്ലെങ്കിൽ ഒരാളോ ചേർന്ന് കോടതിയുടെ മുമ്പിൽ സമർപ്പിക്കുന്ന ഒരു ഹർജിയെയാണ് പൊതു താല്പര്യ ഹർജി എന്ന് പറയുന്നത്. പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ PIL means litigation filed in a court of law for the protection of public interest, especially for the poor, marginalized and disadvantaged section of society. അപ്പൊ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഒരു പൊതു താല്പര്യത്തിന് വേണ്ടിയിട്ട്, ഒരു പാവം പിടിച്ച ആൾക്കാർക്ക് വേണ്ടിയിട്ടോ, ഒരു മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ സമൂഹത്തിലെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടോ, ഒരു താല്പര്യത്തിന് അവരുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ആർക്ക് വേണമെങ്കിലും ഒരു കൂട്ടമായിട്ടോ ഒറ്റയ്ക്കോ കോടതിക്ക് സമർപ്പിക്കാവുന്ന ഹർജിയാണ് പൊതു താല്പര്യ ഹർജി ആണല്ലോ. It allow any public spirited person to approach the court even if the petitioner is not personally affected. ഇപ്പൊ എനിക്ക് ഒരു ഗ്രൂപ്പിനോട്, ഒരു മൈനോറിറ്റി ഗ്രൂപ്പിനോട് ഒരു കഷ്ടം തോന്നിയെങ്കിൽ എന്റെ വിഷയമല്ലെങ്കിൽ പോലും എനിക്കൊരു പബ്ലിക് സ്പിരിറ്റഡ് പേഴ്സൺ, ഒരു സാമൂഹ്യ പ്രവർത്തകയാകുകയും ചെയ്തിട്ട് ഞാൻ പോയിട്ട് അവരുടെ പ്രശ്നത്തിന്റെ പേരിൽ ഒരു ഹർജി കോടതിയിൽ കൊടുക്കുന്നു. ഇതാണ് പൊതു താല്പര്യ ഹർജി. ഇനി എങ്ങനെയാണ് ഇത് തുടങ്ങിയത്? ഇത് അമേരിക്കയിലാണ് സ്റ്റാർട്ട് ചെയ്തത്. ഒന്നാമത്തെ പോയിന്റ്, പൊതു താല്പര്യ ഹർജി സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അമേരിക്കയിലായിരുന്നു. 1960കളിലാണ് ഇത് അമേരിക്കയിൽ തുടങ്ങുന്നത്. 1960കളിലാണ് ഇത് അമേരിക്കയിൽ തുടങ്ങിയത്. പിന്നീട് ഇന്ത്യയിലേക്ക് വരുന്നത് ഏകദേശം 80കളിലാണെന്ന് കറക്റ്റ് പറയാം. വരുന്നത് 80കളിൽ തന്നെയാണ്. 1980കളിലാണ് അല്ലെങ്കിൽ 80ലാണ് എവിടെ ഇന്ത്യയിൽ പൊതു താല്പര്യ ഹർജി വരുന്നത്. ഓക്കെ ആണല്ലോ. അടുത്തത് ഇതിന്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ ബേസിസ് ആണ് ചോദിക്കാൻ പോകുന്നത്. ഇത് കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉണ്ടോ? ഇല്ല. അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നാൽ ഇല്ല എന്ന് എഴുതിക്കോണം. ദർ ഇസ് നോ ഡയറക്റ്റ് മെൻഷൻ ഓഫ് PIL ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ. പക്ഷേ ഇത് ഡിറൈവ് ചെയ്തിരിക്കുന്നത് കോൺസ്റ്റിറ്റ്യൂഷനിലെ ചില ആർട്ടിക്കിൾസ് വെച്ചിട്ടാണ്. നമുക്കറിയാം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പല ആർട്ടിക്കിൾസ് ഉണ്ട്. റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 32 ആണ്. അപ്പൊ ആർട്ടിക്കിൾ 32 റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ട്. അപ്പൊ അത് പ്രകാരം, അതുപോലെ ആർട്ടിക്കിൾ 226 എന്താണെന്ന് എല്ലാവർക്കും അറിയാലോ. റിട്ട് ജൂറിസ്ഡിക്ഷൻ ഓഫ് ഹൈക്കോർട്ട് ആണ് അല്ലെ. റിട്ട് ജൂറിസ്ഡിക്ഷൻ ഓഫ് ഹൈക്കോർട്ട് ആണ് ആർട്ടിക്കിൾ 226. ആർട്ടിക്കിൾ 21 എന്താ? റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി, വ്യക്തി സ്വാതന്ത്ര്യം, ജീവിക്കാനുള്ള അവകാശം. സോ ഇവിടുത്തെ പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ മെയിൻലി പ്രൊട്ടക്ട് ചെയ്യുന്നത് ആർട്ടിക്കിൾ 21നെയാണ്. നിങ്ങളോട് ചോദ്യം ചോദിക്കുമ്പോൾ നിങ്ങൾ ഓർത്ത് വെച്ചേക്കുക, പൊതു താല്പര്യ ഹർജി ഡയറക്റ്റ് ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന കോൺസ്റ്റിറ്റ്യൂഷനിലെ ആർട്ടിക്കിൾ 21 റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി ആണ്. ഓക്കെ ആണല്ലോ. അതുപോലെ സുപ്രീം കോടതിയുടെ അധികാരവും ഹൈക്കോടതിയുടെ അധികാരവും PILുമായിട്ട് ഏത് ആർട്ടിക്കിളിൽ ബന്ധപ്പെട്ടിരിക്കുന്നു? ആർട്ടിക്കിൾ 32 സുപ്രീം കോടതിയും ആർട്ടിക്കിൾ 226 ഹൈക്കോടതിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു PIL. ഇനി PSCയുടെ ഒരു ഉറപ്പായിട്ടും 1 മാർക്കിന് ചോദിക്കാൻ പറ്റുന്ന ഫാക്ട്സ് ആണ് ഈ പറഞ്ഞതുപോലെ തന്നെ. PIL എന്ന് പറയുന്നത് അതിന്റെ ഫാദർ ഇന്ത്യയിൽ ആരാണെന്ന് ചോദിക്കാം. ജസ്റ്റിസ് PN ഭഗവതിയാണ്. അതായത് ജസ്റ്റിസ് PN ഭഗവതിയാണ് എന്തിന്റെ? പൊതു താല്പര്യ ഹർജിയുടെ ഫാദർ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. ഫാദർ ഓഫ് PIL ഇൻ ഇന്ത്യ ജസ്റ്റിസ് PN ഭഗവതി. ഒരാളുടെ പേരും കൂടെ ഉണ്ട്. അതായത് അദ്ദേഹത്തിന്റെ കൂടെ തന്നെ ഇതിനുവേണ്ടി വർക്ക് ചെയ്ത ആരാണ്? കൃഷ്ണ അയ്യർ, PR കൃഷ്ണ അയ്യർ. രണ്ടുപേരും PILുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. PN ഭഗവതി ആൻഡ് BR കൃഷ്ണ അയ്യർ. ഇവർ രണ്ടുപേരും പൊതു താല്പര്യ ഹർജിയുടെ അമരക്കാർ എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. ഓക്കെ ആണല്ലോ.
ഇനി ഫസ്റ്റ് മേജർ PILന്റെ കേസ് ഏതാണെന്ന് ചോദിക്കാം. ആദ്യമായിട്ട് പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷന്റെ കേസ് ഹുസൈൻ ആറ ഖാത്തൂൺ വേഴ്സസ് സ്റ്റേറ്റുമായിട്ടായിരുന്നു ആദ്യത്തെ PIL കേസ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞു ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ആർട്ടിക്കിൾ 21 അതുപോലെ ആർക്ക് ഫയൽ ചെയ്യാം, ആർക്ക് വേണമെങ്കിലും അല്ലെ, എനി പബ്ലിക് സ്പിരിറ്റഡ് പേഴ്സൺ ഇത് ഫയൽ ചെയ്യാം. അതുകൊണ്ട് ഹു ക്യാൻ ഫയൽ എ PIL ഈ പറഞ്ഞതുകൂട്ട് തന്നെ ആർക്കൊക്കെ ചെയ്യാം, ഒന്ന് ഏത് പബ്ലിക്കിനും ചെയ്യാം, സോഷ്യൽ ഓർഗനൈസേഷന് ചെയ്യാം, നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷന് ചെയ്യാം, ആർക്ക് വേണമെങ്കിലും ചെയ്യാം. ഒരു ലെറ്റർ അയക്കാം, നമുക്ക് പോസ്റ്റ് കാർഡ് വഴി അയക്കാം, ഇമെയിൽ അയച്ചാലും മതി. ഓക്കെ, എന്നാൽ പേഴ്സണൽ ഇൻട്രസ്റ്റ് നമ്മൾ PIL കൺസിഡർ ചെയ്യത്തില്ല. പേഴ്സണൽ ഒരാളുടെ പേഴ്സണൽ ഇൻട്രസ്റ്റിന് വേണ്ടിയിട്ടല്ല പൊതു താല്പര്യ ഹർജി വർക്ക് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇത്രയും പോയിന്റ്സ് നമ്മൾ PILനെ പറ്റിയിട്ട് ഓർത്തു വെച്ചിരിക്കണം. അപ്പൊ 1960-കളിൽ അമേരിക്കയിലാണ് സ്റ്റാർട്ട് ചെയ്തത്, 1980-ലാണ് ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്തത്. ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തത് കൃഷ്ണയ്യർ ആൻഡ് പ്രധാനപ്പെട്ട പേര് PN ഭഗവതി. അതുകൊണ്ട് ഇദ്ദേഹത്തിനെയാണ് PILന്റെ ഫാദർ ഓഫ് ഇന്ത്യ എന്ന് അറിയപ്പെടുന്നത്. അപ്പൊ ആദ്യമായിട്ട് പൊതു താല്പര്യ ഹർജി എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ച സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്നു ഈ PN ഭഗവതി. അപ്പൊ എവിടെ നിന്ന് കടമെടുത്തു, അമേരിക്കയിൽ നിന്നും കടമെടുത്തു. ഓക്കെ ആണല്ലോ. അപ്പം ഇന്ത്യയിൽ ആദ്യമായി പൊതു താല്പര്യ ഹർജി സമർപ്പിച്ചത് ആരാണെന്ന് ചോദിക്കാം. പുഷ്പ കപില ഹിൻഗോ റാണി. പുഷ്പ കപില ഹിൻഗോ റാണി മദർ ഓഫ് PIL എന്നറിയപ്പെടുന്നത് ഈ പുഷ്പ കപില ഹിൻഗോ റാണിയെയാണ്. ഓക്കെ ആണല്ലോ. മറ്റു പേരുകൾ ഏതൊക്കെയാണെന്ന് ചോദിക്കാം ചിലപ്പം. PILന് കുറെ പേരുകളൂടെ ഉണ്ട്. ഒന്ന് ക്ലാസ് ആക്ഷൻ ലിറ്റിഗേഷൻ, ക്ലാസ് ആക്ഷൻ ലിറ്റിഗേഷൻ, സോഷ്യൽ ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ, സോഷ്യൽ ആക്ഷൻ ലിറ്റിഗേഷൻ, അങ്ങനെ പല പേരുകളിലും ഇത് അറിയപ്പെടുന്നുണ്ട്. അപ്പൊ ഇത്രയും പോയിന്റ്സ് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം. ചോദിച്ചാൽ ഇനി എഴുതാനും സാധിക്കണം. നമുക്ക് ഇത്രയും മനസ്സിൽ വെച്ചുകൊണ്ട് സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങളൊന്ന് ചെയ്തു നോക്കാം. ഒന്ന്, കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് ദി എവല്യൂഷൻ ഓഫ് PIL ഇൻ ഇന്ത്യ. എങ്ങനെയാണ് PIL ഇന്ത്യയിൽ ഉണ്ടായത് അതിനെ പറ്റിയിട്ടാണ്. PIL എമർജ്ഡ് ഇൻ ഇന്ത്യ ഡ്യൂറിംഗ് ദ ലേറ്റ് 1970s. 1970-കളുടെ അവസാനത്തിലാണ് PIL ഉദിച്ചു വരുന്നത് ഇന്ത്യയിൽ. ദെൻ 2, ജസ്റ്റിസ് PN ഭഗവതി പ്ലേഡ് എ കീ റോൾ ഇൻ എക്സ്പാൻഡിങ് PIL. ജസ്റ്റിസ് PN ഭഗവതി ഒരു PIL എക്സ്പാൻഡ് ചെയ്യാനായിട്ട് ഒരു കീ റോൾ വഹിച്ചിട്ടുണ്ടായിരുന്നു. 3, PIL വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ത്രൂ ദ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ്. ഒരു ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് PIL വന്നത്. നമുക്കറിയാം, ആദ്യമേ ഞാൻ പറഞ്ഞു 1970-കളിലും 1980-കളിലുമായിട്ടാണ് PIL വരുന്നത്. ശരിക്കും എമർജ്ഡ് ആവുന്നത് 1980-കളിലാണ് വന്നത്, നിലവിൽ വന്നത്. എന്നാൽ 70-കളുടെ അവസാനം തന്നെ ഇത് തുടങ്ങിയിരുന്നു. അത് ശരിയാണ്. PN ഭഗവതി ഒരു വലിയ റോള് വഹിക്കുന്നുണ്ട്. കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് വഴി അല്ല ഇത് വന്നത്. സോ സ്റ്റേറ്റ്മെന്റ് A ആണ്. 1ഉം 2ഉം ശരിയാണ്. അടുത്തത്, കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് റിഗാർഡിംഗ് പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ ഇൻ ഇന്ത്യ. ഒന്ന്, PIL ഹാസ് നോ എക്സ്പ്രസ് മെൻഷൻ ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. എവിടെയും കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയിൽ പറഞ്ഞിട്ടില്ല. PIL ക്യാൻ ബി ഫയൽഡ് ഇൻ ബോത്ത് ദ സുപ്രീം കോർട്ട് ആൻഡ് ഹൈക്കോർട്ട്. PIL നമുക്ക് സുപ്രീം കോടതിയിലും ഹൈക്കോർട്ടിലും സമർപ്പിക്കാം. സർവീസ് മാറ്റേഴ്സ് ആർ കോമൺലി എന്റർടൈൻഡ് അണ്ടർ PIL. സർവീസ് മാറ്റേഴ്സ് PIL വഴി ചെയ്യാറുണ്ട് കോമൺ ആയിട്ട്. ഇതിനകത്ത് ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ് ശരി? നമുക്കറിയാം, കോൺസ്റ്റിറ്റ്യൂഷനകത്തുണ്ടോ? ഇല്ല, ശരിയാണ്. സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും സമർപ്പിക്കാം. സുപ്രീം കോടതി 32 പ്രകാരവും ഹൈക്കോടതി 226 പ്രകാരവും. സർവീസ് മാറ്റേഴ്സ് എടുക്കാറില്ല. സോ 1ഉം 2ഉം ശരിയാണ്. ആൻസർ ഓപ്ഷൻ A ആണ്. ഓക്കെ ആണല്ലോ. അപ്പം പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷനെ പറ്റിയിട്ട് ഇത് കൂടുതലൊന്നും പഠിക്കാനായിട്ടില്ല. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.